ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധി സന്തോഷത്തോടുകൂടി സുധീഷിന്റെ കയ്യിൽ നിന്നും മുല്ലപ്പൂ വാങ്ങിച്ച് മുടിയിൽ ചൂടുകയാണ്. നികേഷ് ഫോൺ എടുത്ത് സുധീഷിനെ കണ്ണു കാണിക്കുകയാണ് നിധിയുടെ അരികിലേക്ക് ചേർന്ന് നിൽക്കാൻ. സുധീഷ് സന്തോഷത്തോടുകൂടി നിധിയുടെ അരികിലേക്ക് ചേർന്ന് നിൽക്കുകയാണ്. മുടിയിലേക്ക് മുല്ലപ്പൂ വെക്കുന്ന നിധി ഇത് ശ്രദ്ധിക്കുന്നില്ല. നികേഷ് സുധീഷും നിധിയും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ എടുക്കുന്നു. ഈ സമയം ക്ഷേത്രത്തിലേക്ക് പോകാനായി ഒരുങ്ങി അവിടേക്ക് വരികയാണ് സുഭാഷ്. പിന്നാലെ സുനന്ദയും അശ്വിനും അവിടേക്ക് വരുന്നു. സുഭാഷ് ഏട്ടാ, ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങി വന്ന് സുനന്ദ ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, ഇറങ്ങി സുനന്ദ. അശ്വിന്റെയും സുനന്ദയുടെയും ഡ്രസ്സ് നോക്കി നികേഷ് ചോദിക്കുന്നു, എന്താ രണ്ടുപേരും മാച്ചിങ്ങാ? പുഞ്ചിരിച്ച സുനന്ദ പറയുന്നു, അതെ, നന്നായിട്ടുണ്ടെന്ന് നികേഷ് പറയുമ്പോൾ സുനന്ദ എന്ന് വിളിച്ച് ക്ഷേത്രത്തിലേക്ക് പോകാനായി ഒരുങ്ങി ലളിത അവിടേക്ക് വരികയാണ്. സുനന്ദ പറയുന്നു, അമ്മ ഇവരെല്ലാവരും തറവാട്ടമ്പലത്തിലേക്ക് പോകാനായി ഒരുങ്ങി ഇറങ്ങി, എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പൊ ലളിത പറയുന്നു, ഇല്ല സുനന്ദ, നമുക്കവിടെ കുറച്ച് ജോലിയുണ്ട്, നമുക്ക് നേരത്തെ പോകാം, ഇവര് പതിയെ വന്നാ മതി. അപ്പൊ സുനന്ദ പറയണ, അമ്മ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം. അപ്പൊ ലളിത പറയണ, പറയുന്നത് കേൾക്കാൻ നോക്ക് അശ്വിനെ, നമുക്ക് പോകാം. പുഞ്ചിരിച്ച് സുനന്ദ പറയുന്നു, ശരി, നമുക്ക് എല്ലാവർക്കും തറവാട്ടമ്പലത്തിൽ വെച്ച് കാണാം. ശരി വാ സുനന്ദ എന്ന് പറഞ്ഞ് അശ്വിൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് സുനന്ദയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. നടക്കെന്ന് പറഞ്ഞ് പിന്നാലെ വരികയാണ് ലളിത. ഈ സമയം ക്ഷേത്രത്തിലേക്ക് പോകാനായി ഒരുങ്ങി ചാന്ദിനി അവിടേക്ക് വരികയാണ്. സുഭാഷും മറ്റെല്ലാവരും പുഞ്ചിരിച്ച് ചാന്ദിനിയെ നോക്കുമ്പോൾ നികേഷ് പറയുന്നു, ചാന്ദിനി ഡ്രസ്സ് നന്നായിട്ടുണ്ട്, ഡ്രസ്സ് ബഹുത്തച്ച. ഇത് കേട്ട് ചാന്ദിനി സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ സുധീഷ് ചോദിക്കണേ, എല്ലാവരും വന്നില്ലേ? അപ്പൊ സുഭാഷ് പറയണ, അച്ഛൻ രാവിലെ എങ്ങോട്ടോ പോയടാ. അപ്പൊ സുധീഷ് പറയണ, അയാൾ എപ്പോഴും ഇങ്ങനെയാണല്ലോ, അത് നമുക്ക് അറിയാവുന്ന കാര്യല്ലേ, ബാ നമുക്ക് പോകാം. തുടർന്ന് മണിയുടെ ഒപ്പം കാരൻ ക്ഷേത്രത്തിലേക്ക് വരികയാണ്. സുഭാഷും സുധീഷും നികേഷും ഹരീഷും നിധിയും ചാന്ദിനിയും. മണി പറയുന്നു, ഇതാണ് നിങ്ങളുടെ തറവാട്ടമ്പലം. അങ്ങനെ മണി എല്ലാവരെയും കൂട്ടി അകത്തേക്ക് കയറി വരുമ്പോൾ ക്ഷേത്ര കമ്മിറ്റിക്കാരുമായി സംസാരിച്ചു നിൽക്കുകയാണ് ഭാസ്കരൻ പറയുന്നു, ദേ എന്റെ കുടുംബം വന്നു. സുഭാഷ് ചോദിക്കുന്നു, അച്ഛൻ എപ്പോഴാ ഇങ്ങോട്ട് വന്നേ? അപ്പൊ ഭാസ്കരൻ പറയണ, ഞാൻ അത് രാവിലെ വന്ന് തൊഴുതു, നിങ്ങൾ എന്താ ഇത്രയും താമസിച്ചേ? അപ്പൊ മണി പറയണ, ദേ നോക്ക്, നിങ്ങളുടെ അച്ഛൻ അതിരാവിലെ തന്നെ എത്തി, കൃത്യസമയ. സുധീഷ് പറയണ, അതെ എപ്പോഴും സമയത്തെത്തും. ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളെയൊക്കെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഭാസ്കരൻ. സുഭാഷിനെയും നികേഷിനെയും ഹരീഷിനെയും സുധീഷിനെയും എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഭാസ്കരൻ. നിധി തന്റെ മരുമകളാണെന്നും പറയുന്നു. തുടർന്ന് തിരുമേനിയുടെ അരികിലേക്ക് വന്ന മണി പറയുന്നു, തിരുമേനി, ഇത് നമ്മുടെ ലളിത ചേച്ചിയില്ലേ, അവരുടെ കുടുംബ. ഒരുപാട് വർഷങ്ങളായിട്ട് ഇവർക്ക് കുടുംബക്ഷേത്രം എവിടെയാണെന്ന് അറിയത്തില്ലായിരുന്നു, ഇപ്പോഴറിഞ്ഞ് തേടി വന്നിരിക്കുക. തിരുമേനി പറയുന്നു, നല്ല കാര്യം, എന്ത് മറന്നാലും കുലദൈവത്തെ മറക്കരുത്. നിങ്ങളുടെ പൂർവികരുടെ ആത്മാക്കളൊക്കെ ഇവിടെയുണ്ട്, നിങ്ങൾ ഇവിടെ വന്ന് തൊഴുതു പോകുമ്പോൾ അവരുടെ അനുഗ്രഹം കൂടിയാണ് കിട്ടുന്നത്. ഇനിയും നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറി നല്ല വഴി തുറക്കും. ഈ ക്ഷേത്രത്തിലെ ഭഗവതി നല്ല ശക്തിയുള്ളതാ, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഇത് കേട്ട് എല്ലാവരും തൊഴുതു പ്രാർത്ഥിക്കുകയാണ്. കമ്മിറ്റിക്കാരുമായി സംസാരിച്ചു കേൾക്കുന്ന ഭാസ്കരൻ പറയുന്നു, നമുക്ക് പിന്നെ കാണാം, ഞാൻ മക്കളുടെ അടുത്തേക്ക് ചെല്ലട്ടെ. അങ്ങനെ ഭാസ്കരനും എല്ലാവരുടെയും അരികിലേക്ക് വന്ന് തൊഴുതു നിൽക്കുകയാണ്. തുടർന്ന് സുധീഷ് ചോദിക്കുന്നു, മണിച്ചേട്ടാ, ഇവിടെ എന്തൊക്കെയോ പ്രത്യേക പൂജകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മണി പറയണ, അത് ഇന്നല്ല, നാളെയാ. നാളെ ഇവിടെ ഒന്ന് നോക്ക്, അപ്പൊ കാണാം പൂജ. സ്ത്രീകൾ മാത്രം ചെയ്യുന്ന പൂജയൊക്കെ ഉണ്ട്, നിങ്ങൾ നാളെ ഇവിടെ തന്നെ കാണില്ലേ? ഭാസ്കരൻ പറയണ, പൂജയുണ്ടെന്ന് പറഞ്ഞില്ലേ, എങ്കിൽ പിന്നെ അത് കണ്ടിട്ടേ പോവുകയുള്ളൂ. നല്ലതെന്ന് തിരുമേനി പറയുമ്പോൾ കൈ കൂപ്പുകയാണ് ഭാസ്കരൻ. ഈ സമയം അവിടേക്ക് വന്ന ലളിത ചോദിക്കുന്നു, തിരുമേനി, സാധാരണ കാണുന്നത് പോലെ അല്ലല്ലോ, അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ വർഷങ്ങളായി ഈ ക്ഷേത്രത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാ, തറവാട്ടമ്പലം എവിടാന്ന് പോലും അറിയാത്തവരൊക്കെ ഇപ്പോഴാ ഇവിടെ വന്നത്. ഇവരെയും ഞങ്ങളെയും ഒരു കുടുംബമായിട്ട് കാണണ്ട. അപ്പൊ ഭാസ്കരൻ പറയണ, ലളിതേ, നിനക്ക് മുന്നേ ജനിച്ചവനാണ് ഞാൻ. അന്നേ ഈ ഭഗവതിയാ എന്റെ കുലദൈവം. നിന്റെ കുലദൈവം നിന്റെ ഭർത്താവിന്റെ വീട്ടിലെ തറവാട്ടമ്പലത്തിലാ. ചില കാരണങ്ങൾ കൊണ്ട് ഞാനും എന്റെ മക്കളും ഇങ്ങോട്ട് വന്നില്ല, അതുകൊണ്ട് ഇത് ഞങ്ങളുടെ കുലദൈവം അല്ലാണ്ടാകുമോ? ഒരു ചേച്ചി പറയണ, പെട്ടെന്ന് ഇവിടെ വന്ന് നിങ്ങളുടെ ക്ഷേത്രമാണെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ പിന്നെ ആരാ? ഞങ്ങളെല്ലാവരും കൂടിയല്ലേ ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ സുഭാഷ് പറയുന്നു, ക്ഷമിക്കണം, ഞങ്ങൾക്ക് തറവാട്ടമ്പലം എവിടെയാണെന്ന് അറിയത്തില്ലായിരുന്നു, ഇപ്പോഴാ അറിഞ്ഞത്. മണി പറയുന്നു, ഇപ്പോഴല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, ഇനിയുള്ള വർഷങ്ങളിൽ നിങ്ങളും ഈ ക്ഷേത്രത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഞാൻ തന്നെ നിങ്ങളെ ഓർമ്മിപ്പിച്ചോളാം. ദേ, ഈ ലളിത ചേച്ചിയെ പോലും ഞാനാ ഓർമ്മിപ്പിക്കുന്നത്. ലളിത പറയുന്നു, മണി, നീയാണോ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്? ഇങ്ങനെ അനാവശ്യമായി ഓരോന്ന് പറയല്ലേ. ഇതിടെ ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ മാനം കപ്പൽ കയറിയോ? അപ്പൊ തിരുമേനി പറയണ, ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കരുത്, ഇതൊരു ക്ഷേത്രമാണ്, വാ നമുക്ക് പോകാന്ന് പറഞ്ഞ് മണി ഭാസ്കരനെയും കുടുംബത്തെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ലളിതയും സുനന്ദയും അശ്വനും തൊഴുതു പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഭാസ്കരൻ പരിചയക്കാരുമായി സംസാരിച്ചു നിൽക്കുമ്പോൾ മണി ക്ഷേത്രമെല്ലാം സുഭാഷിനെ അനിയന്മാരെയും നിധിയെയും ചാന്ദിനിയെയും കാണിച്ചു കൊടുക്കുകയാണ്. തുടർന്ന് സുഭാഷും സുധീഷും നിധിയും ചാന്ദിനിയും എല്ലാം സന്തോഷത്തോടുകൂടി സംസാരിച്ചിരിക്കുന്നു. കുറച്ചപ്പുറത്തായിരിക്കുന്ന സുനന്ദ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. സുഭാഷിന്റെ തലയിലേക്ക് പൂക്കൾ വന്ന് വീഴുമ്പോൾ ചാന്ദിനി അരികിലേക്ക് വന്ന് സുഭാഷിന്റെ തലയിൽ നിന്നും പൂക്കൾ തട്ടിക്കളയുകയാണ്. സുഭാഷ് പുഞ്ചിരിച്ച് ചാന്ദിനിയെ നോക്കുമ്പോൾ ചാന്ദിനിയും പുഞ്ചിരിച്ച് സുഭാഷിനെ നോക്കുന്നു. ഇത് കണ്ട് പുഞ്ചിരിച്ച് അവരെ തന്നെ നോക്കിയിരിക്കുകയാണ് സുനന്ദ. സുനന്ദയുടെ അരികിലേക്ക് വന്നാ ലളിത ചോദിക്കുന്നു, അശ്വിൻ എവിടെയേ? അപ്പൊ സുനന്ദ പറയണ, ഒരു ഫോൺ വന്നിട്ട് സംസാരിക്കാൻ പോയതാ. മണി പറയണ, നിങ്ങൾ
കൃത്യസമയത്ത് എത്തിയത്. നാളെ ഈ ക്ഷേത്രത്തിലെ വിശേഷപ്പെട്ട ദിവസമാണ്. ഭഗവതി തന്നെയാ നിങ്ങളെ ഇവിടെ എത്തിച്ചത്. ലളിത സുനന്ദയോട് പറയുന്നു, എവിടെ ചെന്നാലും ഇവര് ശല്യമായിട്ട് കൂടെ വരും. അപ്പൊ സുനന്ദ പറയണ, അമ്മ അവരെ വിട്, അവര് തൊഴുത് പ്രാർത്ഥിച്ചിട്ടങ്ങ് പൊയ്ക്കോളും. എന്തിനാ ക്ഷേത്രത്തിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പൊ ലളിത പറയണ, പിന്നെന്താടി പറയേണ്ടത്? നമ്മള് ക്ഷേത്രത്തിലേക്ക് വന്ന അതേ സമയത്ത് ഇവരും എന്തിനാ ക്ഷേത്രത്തിലേക്ക് വന്നത്? ഇതിലെന്തോ ഉണ്ട്. അപ്പൊ സുനന്ദ പറയണ, അതൊന്നും ഇല്ല അമ്മേ, വേലിയച്ഛൻ മനസ്സ് മാറി അഡ്രസ് കൊടുത്തല്ലേ, അമ്മ മാത്രം എന്താ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ലളിത പറയണ, നീ ഇനി ആ നിധിയോട് സംസാരിക്കാനൊന്നും പോണ്ട, അവൾ ആള് ശരിയല്ല. ദയവ് ചെയ്ത് ആ കുടുംബവുമായിട്ടുള്ള ബന്ധം നീ അവസാനിപ്പിക്കുക, അതാ നിനക്ക് നല്ലത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. തുടർന്ന് സുധീഷും നിധിയും സന്തോഷത്തോടുകൂടി ക്ഷേത്രത്തിലെ സ്ഥലമൊക്കെ ചുറ്റിക്കറങ്ങി കാണുകയാണ്. സുധീഷ് പറയുന്നു, നിധി സൂക്ഷിച്ചൊക്കെ നടക്ക്, വീഴരുത്. ഞാൻ വീഴത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് നിധി മുന്നോട്ട് നടക്കുമ്പോൾ തട്ടി വീഴാനായി തുടങ്ങുകയാണ്. നിധി സൂക്ഷിച്ചെന്ന് പറഞ്ഞ് സുധീഷ് നിധിയുടെ കയ്യിൽ കയറി പിടിക്കുന്നു. പറഞ്ഞാ കേൾക്കത്തില്ല, പതിയെ പോ നിധി. അപ്പൊ നിധി പറയണ, സുധീഷ് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചായിരുന്നു, ഇത് നിങ്ങളുടെ അച്ഛന്റെ സ്ഥലം, അപ്പം അമ്മയുടെ സ്ഥലം ഏതാ? പുഞ്ചിരിച്ച് സുധീഷ് പറയണ, കൂടെ തന്നെയുള്ള അച്ഛന്റെ സ്വന്തം നാട് ഏതാണെന്ന് ഇപ്പോഴാ അറിഞ്ഞത്. അമ്മ ഞങ്ങളെ വിട്ട് പോയില്ലേ, അമ്മയുടെ നാട് ഏതാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അമ്മയുടെ അമ്മ ഇടയ്ക്കൊക്കെ ഞങ്ങളെ വന്ന് കാണാറുണ്ട് മുത്തശ്ശി. അന്ന് ഞങ്ങള് ചെറിയ കുട്ടികളാ. മുത്തശ്ശി വരുമ്പോൾ പലഹാരങ്ങളൊക്കെ കൊണ്ടുവരും, പോകുമ്പോ കൈ കാശ് തരും. ഇതല്ലാതെ എനിക്ക് വേറൊന്നും അറിയില്ല. അമ്മ മരിച്ചതിന് ശേഷം മുത്തശ്ശി വീട്ടിലേക്ക് വരുന്നതും അവസാനിപ്പിച്ചു. ഇപ്പം തറവാട്ടമ്പലം ഏതാണെന്ന് അന്വേഷിച്ചാണ് ഇതാണ് സ്വന്തം നാടെന്ന് ഞങ്ങൾ അറിഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഒരു തിരുവനന്തപുരംകാരനാണെന്ന് വിചാരിക്കുകയുള്ളൂ. ഇത് കേട്ട് പുഞ്ചിരിച്ച നിധി ചോദിക്കുന്നു, നിങ്ങളുടെ അച്ഛന്റെ കല്യാണം ഇവിടെ വെച്ചാണോ നടന്നത്? എപ്പോഴാ അച്ഛൻ ഈ നാട് വിട്ട് വന്നത്? അവ ചിരിച്ചുകൊണ്ട് സുധീഷ് പറയണ, നിധി ഒരു തെറ്റായ ആളോടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. നിധി ചോദിക്കുന്നു, സുധീഷ് എന്താ ഇങ്ങനെ? സ്വന്തം ബന്ധം ഒന്നും അറിയത്തില്ലേ? എന്ത് ചോദിച്ചാലും അറിയില്ല അറിയില്ല എന്ന് പറയും. സുധീഷ് അച്ഛന്റെ യഥാർത്ഥ മകൻ തന്നെയാണോ അതോ എവിടെന്നെങ്കിലും ദത്തെടുത്തതാണോ? പെട്ടെന്ന് സുധീഷ് ശ്രദ്ധിക്കുകയാണ്. സുഭാഷും ചാന്ദിനിയും സന്തോഷത്തോടുകൂടി സംസാരിച്ചു നിൽക്കുന്നത്. നിധിയും സുഭാഷിനെ ശ്രദ്ധിക്കുന്നു. അപ്പൊ സുധീഷ് പറയുന്നു, അമ്മ പോയതിനു ശേഷം ഞങ്ങളുടെ അമ്മയും അച്ഛനും ബന്ധവും ചേട്ടനും എല്ലാം ദേ ആ ഒരാളായിരുന്നു. അങ്ങനെ സുധീഷ് സുഭാഷിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. നമുക്ക് സുഭാഷേട്ടനോട് തന്നെ ചോദിക്കാന്ന് പറഞ്ഞ് നിധിയെയും കൂട്ടി സുഭാഷിന്റെയും ചാന്ദിനിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് സുധീഷ്. സുധീഷ് പറയുന്നു, നിധിക്കൊരു സംശയം. എന്ത് സംശയം എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, നമ്മുടെ അമ്മയുടെ നാട് ഏതാണെന്ന്. അതെന്ന് പറഞ്ഞ് സുഭാഷ് സംശയത്തോടു കൂടി നിൽക്കുമ്പോൾ സുധീഷ് പറയണ, ഒറിജിനൽ മകനും അറിയത്തില്ലേ? കഴിഞ്ഞു. സുധീഷ് പറയുന്നു, നിധി ഇനി ഇത് ചെന്ന അച്ഛനോട് ചോദിക്കണ്ട. അപ്പൊ നിധി ചോദിക്കണ്ട, അതെന്താ അച്ഛനും അറിയത്തില്ലേ? അച്ഛന്റെ ഭാര്യയുടെ നാട് ഏതാണെന്ന് അച്ഛൻ അറിയാതിരിക്കോ? അപ്പൊ സുധീഷ് പറയണ, സ്വന്തം മകൻ ജനിച്ചത് ഏത് സമയത്താണെന്ന് പോലും അയാൾക്ക് അറിയില്ല, പിന്നെ അമ്മ ജനിച്ച സ്ഥലം ഏതാണെന്ന് അറിയുന്നത്. ഇങ്ങനെ ഒരു കുടുംബത്തെ ഞാൻ കണ്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞ് നിധി അവിടെ നിന്ന് പോവുകയാണ്. ചാന്ദിനിയും പിന്നാലെ പോകുന്നു. സുധീഷ് പറയുന്നു, സുഭാഷേട്ടാ നിധി നമ്മളെ കളിയാക്കിയത് കേട്ടില്ലേ? അപ്പൊ സുഭാഷ് പറയണ, അവള് നമ്മളെ കളിയാക്കിയൊന്നുമല്ല, സത്യമല്ലേ പറഞ്ഞത്. അച്ഛന്റെ അമ്മയുടെയും സ്ഥലം ഏതാണെന്ന് പോലും നമുക്കറിയില്ല. ചാന്ദിനി വീണ്ടും സുഭാഷിന്റെ അരികിലേക്ക് വരികയാണ്. സുഭാഷ് പറയുന്നു, എടാ നിധി തനിച്ചാ പോകുന്നത്, നീ കൂടെ ചെല്ല്. അപ്പൊ സുധീഷ് പറയണ, സുഭാഷേട്ടനാണ് കൊള്ളാലോ, ഒരുപാട് മാറിപ്പോയി. ഇങ്ങനെയാണെങ്കിൽ സുഭാഷേട്ടന്റെ കല്യാണം പെട്ടെന്ന് നടക്കും. എന്റെ നല്ല ചേട്ടൻ എന്ന് പറഞ്ഞ് സുഭാഷിന് ഉമ്മ കൊടുത്ത് നിധി ഞാനും വരുന്നെന്ന് പറഞ്ഞ് സുധീഷ് നിധിയുടെ പിന്നാലെ പോവുകയാണ്. തുടർന്ന് സുധീഷ് പറയുന്നു, നിധി ഇത്രയും നല്ലൊരു സ്ഥലത്ത് വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് തോന്നിയില്ലല്ലോ നിധിക്ക്? അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് നിധി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. സുധീഷ് ഫോട്ടോസ് എടുത്തു കൊടുക്കുന്നു. കാണിച്ചെന്ന് പറഞ്ഞ് സുധീഷിന്റെ അരികിലേക്ക് വന്ന് ഫോൺ വാങ്ങിച്ച് ഫോട്ടോസ് നോക്കുകയാണ് നിധി. സുധീഷ് പുഞ്ചിരിച്ച് ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ നിധി പറയുന്നു, സൂപ്പർ ആയിട്ടുണ്ട് സുധീഷ്. അപ്പൊ സുധീഷ് ശ്രദ്ധിക്കണ്ട, നമുക്കൊരു സെൽഫി എടുത്താലോ? അതിനെന്താ സെൽഫി എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് നിധി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഫോൺ വാങ്ങിച്ച് നിധിയുടെ അരികിലേക്ക് ചേർന്ന് നിന്ന് സെൽഫി എടുക്കുകയാണ് സുധീഷ്. സുധീഷ് വീണ്ടും നിധിയുടെ അരികിലേക്ക് ചേർന്ന് നിൽക്കാനായി വരുമ്പോൾ നിധി ചോദിക്കുന്നു, ഹലോ എന്താ? അപ്പൊ സുധീഷ് പറയണ, അല്ല ബാക്ക്ഗ്രൗണ്ട് കവർ ആയില്ല, അത് അടുത്തോട്ട് നിന്ന്. അപ്പൊ നിധി പറയണ, ഉള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മതി. അങ്ങനെ നിധിയും സുധീഷും ചേർന്ന് നിന്ന് സെൽഫി എടുക്കുകയാണ്. തുടർന്ന് നിധി പറയണ, മതി വാ. ഫോട്ടോയിൽ നോക്കി സുധീഷ് മനസ്സിൽ പറയുകയാണ്, ദേഷ്യപ്പെടുമ്പോഴും കാണാൻ നല്ല ഭംഗിയാ. സാരിയിൽ തട്ടി നിധി വീഴാനായി തുടങ്ങുകയാണ്. നിധി എന്തു പറ്റിയെന്ന് ചോദിച്ച് സുധീഷ് അരികിലേക്ക് ഓടി ചെല്ലുമ്പോൾ നിധി പറയണ, തട്ടി വീഴാൻ തുടങ്ങിയതാ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു, ഇല്ല വാ നമുക്ക് പോകാം. തുടർന്ന് സുഭാഷും ഭാസ്കരനും ചാന്ദിനിയും നികേഷും ഹരീഷും എല്ലാം സന്തോഷത്തോടുകൂടി സംസാരിച്ചിരിക്കുകയാണ്. കുറച്ച് അപ്പുറത്തായിരിക്കുകയാണ് ലളിതയും സുനന്ദയും. നിധിയും സുധീഷും സന്തോഷത്തോടുകൂടി സംസാരിച്ച് നടന്നു വരുന്നത് കണ്ട് ഹരീഷ് പറയുന്നു, എടാ നികേഷ് അങ്ങോട്ട് നോക്കടാ. നികേഷ് പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ ഹരീഷും പുഞ്ചിരിച്ച് തലയാട്ടുകയാണ്. മണി പറയുന്നു, ചായ കുടിക്ക്, ഫോട്ടോ ഒക്കെ എടുത്തോ? എടുത്തു എന്ന് സുധീഷ് പറയുമ്പോൾ അവിടേക്ക് വന്ന ഒരു ചേച്ചി ലളിതയോട് ചോദിക്കുന്നു, ചേച്ചി ഇതാരാ? പുതിയ ആൾക്കാരൊക്കെ ആണല്ലോ. അപ്പൊ സുഭാഷ് പറയുന്നു, ഞങ്ങള് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നതാ, ഇത് ഞങ്ങളുടെ അച്ഛൻ ഭാസ്കരൻ. ലളിത പറയുന്നു, ഓ ഭാസ്കരൻ. അപ്പൊ മണി പറയണ, അവിടെ ഇരിക്കുന്ന ലളിതേച്ചിയുടെ ചേട്ടനാ ഭാസ്കരൻ. ഭാസ്കരേട്ടന്റെ മക്കളാ ഇവരെല്ലാവരും. ഒരു ചേച്ചി ചോദിക്കുന്നു, ഭാര്യയെ കൊന്നിട്ട് ജയിലിൽ പോയ ഭാസ്കരനാണോ ഇത്? ഇത് കേട്ട് എല്ലാവരുടെയും മുഖം മാടുകയാണ്. ലളിത പറയുന്നു, എടി നീ ശരിയാ പറഞ്ഞത്, അവൻ തന്നെയാ. ചെയ്ത പാപത്തിന് പുണ്യം തേടി തറവാട്ടമ്പലത്തിലേക്ക് വന്നിരിക്കുക. ഓ അങ്ങനെയാണോ എന്ന് ആ ചേച്ചി ചോദിക്കുമ്പോൾ സുനന്ദ ചോദിക്കണ, അമ്മ എന്തൊക്കെ ഈ പറയുന്നേ? ഭാസ്കരൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. മണി പറയുന്നു, ഭാസ്കരൻ
ഭാസ്കരേട്ടൻ നല്ലവനാണെന്നാ ഞാൻ വിചാരിച്ചത്. അപ്പൊ സുഭാഷ് പറയണ, അയ്യോ ചേട്ടാ, ഇവര് പറയുന്നതൊന്നും വിശ്വസിക്കരുത്. ഞങ്ങളോടുള്ള ദേഷ്യത്തിലാ ഇവരിങ്ങനെയൊക്കെ പറയുന്നത്, അല്ലാതെ ഇതൊന്നും സത്യമല്ല. മഴ ചോദിക്കുന്നു, ഓ ദേഷ്യത്തെ പറഞ്ഞാണോ? ഞാൻ വിചാരിച്ചു സത്യമായിരിക്കുമെന്ന്. അപ്പൊ സുഭാഷ് പറയുന്നു, ശരി ചേട്ടാ, നാളെ പൂജയ്ക്ക് ഞങ്ങൾ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് ചെയ്യാം. നാളത്തെ പൂജ എന്തൊക്കെയാണെന്ന് മണി അവരോട് പറയുകയാണ്. മണി പറയുന്നു, നാളെ എല്ലാ കുടുംബത്തിലെ പെണ്ണുങ്ങളും അവരുടെ വീടിന് നല്ലത് നടക്കാനായി പൂജകൾ ചെയ്യും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരാ ചെയ്യാൻ പോകുന്നേ? ചിരിച്ചുകൊണ്ട് ലളിത പറയണ, ആ വീട്ടിലതിന് സ്ത്രീകൾ ആരും ഇല്ലല്ലോ, അത് സ്ത്രീകൾ വാഴാത്ത വീടാ. അപ്പൊ സുനന്ദ പറയുന്നു, അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? വിരൽ ചൂണ്ട് ലളിത പറയുന്നു, നീ മിണ്ടാതിരിക്കടി. നിധിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മണി പറയുകയാണ്, ഈ കുട്ടിയുണ്ടല്ലോ ഈ വീടിന്റെ മരുമകളല്ലേ? ലളിത ചോദിക്കുന്നു, ആര്? ഈ പെണ്ണോ? അങ്ങനെ ലളിത പൊട്ടിച്ചിരിക്കുകയാണ്. നിധിയും സുധീഷും മറ്റെല്ലാവരും ദേഷ്യത്തോടുകൂടി ലളിതയെ നോക്കുമ്പോൾ ലളിത പറയാണ്, ഒന്ന് ചുമ്മാതിരിക്കും മണി, ഈ പെണ്ണിനൊന്നും അത് ചെയ്യാൻ പറ്റില്ല. ആ വീട് സ്ത്രീകൾക്ക് രാശിയുള്ളതല്ല. മൂത്ത ചേട്ടൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ രണ്ടാമത്തെ അനിയൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് അവളെ. ആ വീട്ടില് 5 ആണുങ്ങളുണ്ട്, ഒന്നും ശരിയല്ല. അങ്ങനെയുള്ള ഒരു വീട്ടില് ഒരു പെണ്ണ് അധികാലം ജീവിക്കുമോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെണ്ണ് കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് വരുമോ? എന്തൊക്കെ ചെയ്തിട്ടും അത് നടക്കുന്നില്ല. അതുകൊണ്ടാ കുടുംബമായിട്ടിപ്പം തറവാട്ടമ്പലത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്നിട്ട് പൂജയും പരിഹാരവും ചെയ്യാൻ പോകുന്നു. ഇത് കേട്ട് സുഭാഷും മറ്റെല്ലാവരും വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ സുനന്ദ ചോദിക്കുന്നു, അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊരു അമ്പലമല്ലേ, ഒന്ന് മിണ്ടാതിരിക്കെ. അപ്പൊ ലളിത പറയണ, നീ മിണ്ടാതിരിക്കടി. അപ്പൊ സുഭാഷ് പറയുന്നു, ചേട്ടാ, ആണുങ്ങൾ ചെയ്യുന്ന പൂജ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങള് പൂജ ചെയ്യാം. അപ്പൊ നിധി ചോദിക്കുന്നു, സുഭാഷ് ചേട്ടാ, ഞാൻ പൂജ ചെയ്യാൻ പാടില്ലേ? നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ പൂജ ചെയ്യാം. അങ്ങനെ നിധി വളരെ ദേഷ്യത്തോടുകൂടി ലളിതയെ നോക്കുമ്പോൾ ലളിത പറയുകയാണ്, അയ്യോ, അവൾ ഇനിയും പൂജ ചെയ്തിട്ടേ അടുത്ത ജോലി ചെയ്യൂ. ഇത് കേട്ട് സുനന്ദ അമ്മയെന്ന് വിളിക്കുമ്പോൾ മണി പറയണ, ചേച്ചി, ഈ കുട്ടി ചെയ്യാന്നല്ലേ പറഞ്ഞത്, പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ആ കുട്ടി ചെയ്യും. ഏതൊക്കെയോ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ പൂജകൾ ചെയ്യുകയാണ് സ്ത്രീകൾ. കുടുംബത്തിന് എന്തെങ്കിലും ദോഷമോ കുറവോ ഉണ്ടെങ്കിൽ ഈ പൂജ അതിനൊരു പരിഹാരമാണ്. ഇത് കേട്ട് നിധി പറയണ, ചേട്ടാ, ആ പൂജ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ ചെയ്തോളാം. അപ്പൊ സുഭാഷ് പറയണ, മോളെ വേണ്ട, നല്ല ബുദ്ധിമുട്ടുള്ള പൂജയായിരിക്കും അത്. അപ്പൊ നിധി പറയണ, എന്ത് ബുദ്ധിമുട്ടാ സുഭാഷ് ഏട്ടാ, എന്താണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. നമ്മുടെ വീട്ടിൽ സ്ത്രീകൾ വാഴില്ലെന്നല്ലേ പറയുന്നത്? ഞാൻ ആ വീട്ടിലെ പെൺകുട്ടിയാ, ഞാൻ ചെയ്തോളാം പൂജ. എന്റെ കുടുംബത്തിന് വേണ്ടി ഈ പൂജ ഞാൻ തന്നെ ചെയ്യും. ഇത് കേട്ട് പുഞ്ചിരിച്ച എല്ലാവരും നിധിയെ നോക്കുമ്പോൾ ലളിത പറയണ, ആ കാണാം, എങ്ങനെയാ അവള് പൂജ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. അപ്പൊ സുനന്ദ പറയണ, അമ്മ അത് മിണ്ടാതിരിക്കെ, നിധി ചെയ്യുമെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ലളിത പറയണ, നന്നായിട്ട് ചെയ്യും, നീ വാ. അങ്ങനെ ലളിത സുനന്ദയും കൂട്ടി അവിടെ നിന്ന് പോകുമ്പോൾ നിധി ദേഷ്യത്തോടു കൂടി അവര് പോകുന്നത് നോക്കി നിൽക്കുകയാണ്. സുധീഷ് സ്നേഹത്തോടു കൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്